Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നമ്മൾ ഈ റെസിപ്പീസ് ഒക്കെ ചെയ്യുമ്പോഴേ ശരിക്കും നമ്മൾ പല ഡിഷസ് ചെയ്യണേ. അത് ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നും നമ്മൾ ഈ സത്യം പറഞ്ഞ അടുക്കളയിൽ പണി ചെയ്യുന്നവരൊന്നും അങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ അങ്ങ് എന്നതേലും ഒക്കെ പറഞ്ഞേച്ച് അങ്ങ് മൂലയിലോട്ടാക്കും. എന്താ പറയാനാ, നിനക്കൊരു അവിയലോ അല്ലെങ്കിൽ ഒരു സാമ്പാറോ ഒരു തോരനോ എന്നേലും ഒക്കെ വെക്കാനേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയാൻ മേല എന്ന് പറയുവേ. പക്ഷെ അതിനു വേണ്ടിയാ ഞാൻ പറയാം, നമ്മൾ അതൊന്നും വിട്ടുകൊടുക്കല്ല. നമുക്കൊരു ഇച്ചിരി ഒത്തിരി ഒന്നും അറിയാൻ മേലേലും ഒരു ഇച്ചിരിയൊക്കെ അറിയുന്നത് ഒത്തിരി നല്ല ഒന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്നും നമുക്ക് വരട്ടാലോ അല്ലേ. അപ്പം നമ്മൾ ഈ ഞായറാഴ്ച എന്നാ ചെയ്യണമെന്ന് അറിയാമോ? ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ഒന്ന് മാറ്റി വെച്ചേച്ച് നമുക്ക് ഇച്ചിരി നേരം കിട്ടുന്ന ദിവസം എന്ന് പറയുന്ന ഞായറാഴ്ചയാണേ. അന്നേരം നമ്മൾ ഇറച്ചിയെല്ലാം മേടിക്കുന്നതും മറ്റേ ദിവസങ്ങളൊക്കെ മിക്കവാറും ജോലിക്ക് പോകുന്നതല്ലേ, അന്നേരം പിന്നെ നേരം കിട്ടുമല്ലോ. അപ്പം ഈ വരുന്ന ഞായറാഴ്ച എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ചെയ്യണം. അത് ഈ പറഞ്ഞുകൊണ്ട് 3 സോസ് മേടിക്കുകയാണെങ്കിലേ ഒക്കത്തുള്ളൂ, ഇല്ലേലും ഒക്കത്തില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയാമോ? ഗാർലിക് റൈസും അതിൻ്റെ കൂടെ ചിക്കൻ സിസ്ലേഴ്സും ആണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയ ചേരുവകളൊക്കെ എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, എക്സ്ട്രാ ഒന്നും നമ്മൾ മേടിക്കേണ്ട, സോസ് ഒഴിച്ച്. നമുക്ക് വേണ്ടിയ സാധനം കുറച്ച് ചിക്കനാ വേണ്ടിയ, കറിയുടെ പീസിൽ നിന്ന് ഒരു ഇച്ചിരി ചെറിയ പീസ്. നെക്സ്റ്റ് കുറച്ച് നമുക്ക് വേണ്ടിയത് വിനാഗിരിയാ വേണ്ടിയ, അത് ഒത്തിരി ഒന്നുമില്ല, ഒരു ഇച്ചിരി. പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ്, പിന്നെ അന്നേല കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ടിയത് കുറച്ച് അരിപ്പൊടിയായത്. ഇതിന് ശരിക്കും വേണ്ടിയത് എന്നാന്നോ, കുറച്ച് മൈദയും കോൺസ്റ്റാച്ചുമാണ് വേണ്ടിയത് ആക്ച്വലി. പക്ഷെ നമ്മൾ അത് ഇച്ചിരി ചീത്ത ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഹെൽത്ത് നോക്കുന്നതുകൊണ്ടും നമുക്ക് ഇപ്രാവശ്യം അരിപ്പൊടി മതിയേ. പിന്നെ വേണ്ടിയത് കുറച്ച് മുട്ട, പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സാ, പിന്നെ വേണ്ടിയത് കുറച്ച് ബേക്കിംഗ് പൗഡർ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സോഡാപ്പൊടി ഇട്ടേച്ചാലും മതിയേ. കുറച്ച് എന്നാ പറയുക, ഒരു വെജിറ്റബിൾ ഓയിൽ മേടിച്ചോ, ഒരു ഇച്ചിരി മതി, ഒത്തിരി ഒന്നും വേണ്ട. പിന്നെ വേണ്ടിയത് ഇപ്പം സ്പ്രിംഗ് ഓണിയൻ്റെ സീസൺ, അന്നേരം ഉള്ളിത്തണ്ട് ഇഷ്ടംപോലെ കിട്ടും, അന്നേരം അത് കുറച്ച് മേടിച്ചോ. പിന്നെ വേണ്ടിയത് കുറച്ച് ക്യാപ്സിക്കം, പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി അരച്ചത്. പിന്നെ ഇതെന്നാന്നോ, ഞാൻ ഒരു ഇച്ചിരി ഓലീവ് ഓയിൽ എടുത്തേക്കുക, നിർബന്ധമേ ഇല്ല, ഞാൻ പറയുന്നത് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ സോസ്. പിന്നെ ഞാൻ ഒരു സോസ് ചില്ലി സോസാ അല്ലേ നമ്മൾ പറയുന്നേ, പക്ഷെ ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ വേറൊരു സോസാ, അതായത് സ്വീറ്റ് ചില്ലി ഗാർലിക് സോസാണ്. അതായത് ഇച്ചിരി ടൊമാറ്റോയും ഇച്ചിരി ചില്ലിയും ഇച്ചിരി വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്ന ഒരു സോസാണേ. അത് ഇങ്ങനെ ഇരിക്കുന്നേ അത്. പക്ഷെ നമുക്കത് വീട്ടിൽ ഇല്ലല്ലോ, എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഞാൻ അതല്ലല്ലോ. അപ്പം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ സ്വീറ്റാന്നു, അന്നേരം കുറച്ച് നമുക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. ഗാർലിക് ആയതുകൊണ്ട് ഒരു ഇച്ചിരി 2-3 വെളുത്തുള്ളി അരിഞ്ഞിടാം. ചില്ലി ആയതുകൊണ്ട് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർക്കാം നമ്മൾ സോസ് ചേർക്കുമ്പോൾ. ഇപ്പം മനസ്സിലായില്ലേ? നമുക്ക് ആ സോസ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ വീട്ടിലായാലും ഹോം മെയ്ഡായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ നമ്മൾ ഇഷ്യൂസസ് ഒന്നുമില്ല അതിനകത്ത്. എളുപ്പമാണ് എന്നും പറഞ്ഞ് സിസ്ലേഴ്സ് കളയരുത്. ഇനി ഇച്ചിരി പണി എന്നാന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് ഗാർലിക് റൈസാന്ന് ഞാൻ പറഞ്ഞേ. അതിന് ബസ്മതി റൈസ് തന്നെ വേണം, ജീരകാരി വേണം, ബസ്മതി റൈസ് തന്നെ വേണം. അതിൽ ജീരകാരി ആവാം, ഏത് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെറുതെ ഉപ്പിട്ട് മാത്രം ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര അളവ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച്. പിന്നെ ഇതിന് വേണ്ടി എന്നാന്നറിയോ, കുറച്ച് ബട്ടർ വെണ്ണ വേണം, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി. ഇത്രയൊന്നും വേണ്ട, കുറച്ച് നമ്മൾ എത്രയാ അരി എടുത്തേക്കുന്നത് അതനുസരിച്ചുള്ള വെളുത്തുള്ളി മതി. ഇത്രയേ ഉള്ളൂ. ഇനിയാന്നു നമുക്കിതിനുള്ള ജോലി എന്ന് പറഞ്ഞാൽ വലിയ ജോലിയല്ല, ഇച്ചിരി ജോലിയാണ്. അതിപ്പോൾ ഏതായാലും നമ്മൾ ചെയ്തേ ഒക്കത്തുള്ളൂ. എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഒന്ന് ഇച്ചിരി പെരട്ടി വെക്കണം. അത് എന്നാക്കെ വെച്ചാൽ പെരട്ടേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കൂട്ട് എഴുതിയാൽ മതി, അന്നേരം നമ്മൾ അത് ഇത് ഉണ്ടാക്കാൻ നേരത്തേനും ഉണ്ടല്ലോ അത് എളുപ്പമായിരിക്കും. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് പെരട്ടാവേ. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഈ ഒരു വലിപ്പത്തിനെ മുറിക്കണേ, എന്നാലും അതിനൊരു ടേസ്റ്റ്.
ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരി, ഒരു 1-1.5 സ്പൂൺ മതിയാവും. പിന്നെ ഇതിനകത്തോട്ട് ഒരു കുറച്ച് സോയാ സോസ്. ഡാർക്ക് ആണെങ്കിൽ അത് അതിൻ്റെ എന്താ പറയുക തിക്നെസ് അനുസരിച്ച്, ഡാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ്, അതിൻ്റെ കട്ടി കൂടുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ഇതിപ്പം ഇച്ചിരി കട്ടി കുറവായതുകൊണ്ട് ലൈറ്റായിട്ടാണ് സോയാ സോസ് ഇരിക്കുന്നത്. അന്നേരം നമുക്ക് അതിന് വേണ്ടിയതൊരു ലൈറ്റ് ആയതുകൊണ്ട് ഒരു 4 ടീസ്പൂൺ ഞാൻ ചേർക്കുവാന്നേ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, അത് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ്. ഒത്തിരി ഉപ്പൊന്നും വേണ്ട കേട്ടോ, ഒരു ഇച്ചിരി ഉപ്പിട്ടാച്ചാൽ മതി. പിന്നെ നമ്മുടെ സോസിലെല്ലാം ഉപ്പുണ്ട്, പിന്നെ എന്നാത്തിനാണ് നമ്മൾ എല്ലാത്തിനകത്തും കൂടി ഉപ്പിട്ടാൽ ഒക്കെയില്ല. ലാസ്റ്റ് നമ്മൾ എന്നിട്ട് സോസ് ചേർക്കുകയല്ലേ, അന്നേരത്തേനൊന്ന് നോക്കിയേച്ചാൽ മതി എത്ര വേണമെന്ന്. ഇത് നല്ലതായിട്ട് പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് വെളിയിൽ വെച്ചേച്ചാലും മതി. പക്ഷെ ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് അറിയോ, ഞാൻ ഒന്ന് ഫ്രിഡ്ജ് വെച്ചോട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ വെക്കണമെന്ന് മസ്റ്റൊന്നുമില്ല കേട്ടോ, നമ്മുടെ അടുപ്പിൻ്റെ അരികെ വെച്ചേച്ചാലും മതി. ഇനി നെക്സ്റ്റ് ആ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ, അന്നേരം അതിനകത്തോട്ട് ഇച്ചിരി ആ സോസ് എല്ലാം ഒന്ന് പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഗാർലിക് റൈസ് ചെയ്യാം. അതായത് നമ്മുടെ വെളുത്തുള്ളി ചോറ് എന്ന് പറയുന്നാൽ നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒന്നും മുഖം ചുളുക്കല്ല, നല്ല ടേസ്റ്റുള്ള ചോറ, എളുപ്പമുള്ള കാര്യമാണ്. അതിനിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുപ്പൊന്ന് കത്തിച്ചേച്ച് അതിനകത്ത് ബട്ടർ തന്നെ ഇടണം. അതല്ല വീട്ടിൽ വെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്തേച്ചാലും മതി. ഇതിനകത്തോട്ട് നമുക്ക് എത്രയാ ചോറുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ബട്ടർ ഇട്ടേക്കണേ. ഈ ഗാർലിക് റൈസിനാണെന്നുണ്ടല്ലോ ഈ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഇച്ചിരി ആനീസ് ടച്ച് കൊടുത്തിട്ടുണ്ട്. കാര്യം എൻ്റെ ചേച്ചിമാർക്കും എൻ്റെ അമ്മമാർക്കും ഒക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി നമ്മുടെ നാടനായിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമൊക്കെ ചേർത്താലേ ഒക്കത്തുള്ളൂ. അല്ല നമ്മൾ ശരിക്കും ഗാർലിക് റൈസ് ഒക്കെ പറയണമെങ്കിൽ ഒത്തിരി ജാപ്പനീസ് സോസ് അങ്ങനെയൊക്കെ ചേർക്കണം. അത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആവുകയില്ല. അന്നേരം പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ ആവുന്ന സാധനം വെച്ചുണ്ടാക്കുന്നതല്ലേ നല്ലേ. ബട്ടർ ഒന്ന് ഉരുകിയേച്ച് ഒത്തിരി ഒന്നും വെളുത്തുള്ളി ഇടണ്ട, ഒരു 3-4 വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാൽ മതിയേ. കുഞ്ഞായിട്ടങ്ങ് അരിയൊന്നും വേണ്ട, ഇച്ചിരി കട്ടി കുറഞ്ഞേച്ച് അരിഞ്ഞാൽ മതി. വട്ടത്തിലോ നീളത്തിലോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ കൈവാക്ക് ഏതാന്ന് വെച്ചാൽ അതുകൂട്ട് അരിഞ്ഞേച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നതായതുകൊണ്ട് ഒരു വലിയല്ല, ഒരു ടീസ്പൂൺ 2 നിറച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇച്ചിരി എന്നാ പറയുന്നത് അതിൻ്റെ പച്ചച്ചൊവ പോയേച്ചും ഒരു ഇച്ചിരി ബ്രൗൺ ആവണം, അതായത് ആ ഒന്ന് മൊരിയണം. എന്നാലേ ആ ഒരു ബേസിക്കലി നമുക്കറിയാമല്ലോ വെളുത്തുള്ളിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്, ആ ടേസ്റ്റ് ഒന്ന് മാറിയേച്ച് ആ ചോറിനകത്തോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇച്ചിരി അതിനെ മൂപ്പിക്കണം. നമുക്ക് ഏത് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ അടുക്കളയിലോട്ട് വെക്കുക എന്നേൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടോ ജോലി. പക്ഷെ ചില സമയമൊന്നും ഞാനത് ചെയ്യാറില്ല. എന്നാന്ന് വെച്ചാലേ ചില നേരം നമുക്കങ്ങ് ബോറടിക്കും. ഇതൊക്കെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു മെനക്കേടാന്നേ. അന്നേരം ആ സമയം നമ്മൾ അടുത്ത് അരിയുന്നത്. വേണ്ടേ വെളുത്തുള്ളി ഇച്ചിരി മൂത്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് തീ കുറച്ച് വെച്ച് നമ്മുടെ ചോറിടുക. അന്നേരം നമ്മുടെ ചോറിൻ്റെ നിറമാണെന്നേലും ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ട് വരും. ഒത്തിരി ബ്രൗൺ ഒന്നും അല്ല, ഒരു ഇച്ചിരി ബ്രൗണേ. ആ ബട്ടറിൻ്റെയും നമ്മുടെ വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു ഇച്ചിരി ബ്രൗണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി സോയാ സോസ് ചേർക്കണം.
ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി, ഒത്തിരി ഒന്നും വേണ്ട, നമ്മുടെ ആ ചോറിനൊരു ഇച്ചിരി ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ വന്നേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു കൈ നിറച്ച് ഒരു ഹാൻഡ് ഫുൾ ഓഫ് കൈ നിറച്ചൊരു ഇച്ചിരി നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ, അതായത് ഉള്ളിത്തണ്ട് ഇച്ചിരി ഇട്ട് കൊടുക്കുക. കണ്ടോ, വേറെ ഒരു പണിയില്ല, ഇത്രയേ ഉള്ളൂ നമ്മുടെ വെളുത്തുള്ളി ചോറ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞേച്ചാൽ അന്നേരം തന്നെ അങ്ങ് കഴിച്ചേക്കല്ലേ. എന്നാന്ന് വെച്ചാൽ അതൊരു ഇച്ചിരി നേരം ഇരിക്കണം, എന്നാലേ അതിനുള്ള ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇത് ചൂടായിട്ടിരിക്കുമല്ലേ, ഒരു കാര്യം ചെയ്യണം. എന്നാന്നോ, ഒരു 2 ക്യൂബ് ബട്ടർ കൂടെ ഇതിനകത്ത് ആ ചൂടോടെ ഇട്ടേച്ച് ഒന്ന് ഇളക്കി അടച്ചു വെച്ചേച്ചാൽ മതിയേ. ആ സ്പ്രിംഗ് ഓണിയനും ബട്ടറും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു നല്ല മണം എനിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്നില്ലല്ലോ? വരുവേല, വീട്ടിലുണ്ടാക്കിയാലേ വരത്തുള്ളൂ. പക്ഷെ നല്ല രുചിയാകട്ടോ. ആ സിസ്ലേഴ്സും കൂടെ ആയി, ചിക്കൻ്റെ റെസിപ്പിയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാവും. ഇതേണ്ട, ഞാൻ ഈ ചൂട് ചോറ് അടച്ചിടുക. ഇതിനകത്തോട്ടാന്നു ഇനി എനിക്ക് നമ്മൾ ചേർത്തേക്കുന്ന സോയാ സോസും ഉപ്പ് എല്ലാം ഈ ചോറിനകത്തോട്ടൊന്ന് നല്ലതായിട്ട് പിടിക്കട്ടെ. ഇനി നമ്മൾ റൈസ് ഇവിടെ ആയിരിക്കുവാന്നേ, ഞാൻ അതിനെ ഇങ്ങോട്ട് മാറ്റാൻ പോവാ. നെക്സ്റ്റ് നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന ചിക്കൻ എടുക്കാൻ പോവാ. പക്ഷെ അതിന് മുന്നേ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ വറക്കേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ എന്നാ ചെയ്യണം, ഞാൻ ഇച്ചിരി എണ്ണയൊന്ന് അടുപ്പേ വെച്ചേച്ച് നമുക്ക് ചിക്കൻ എടുത്താൽ മതി. അല്ലെ എണ്ണ ചൂടാവാനായിട്ട് പിന്നെയും നേരം പോകും. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഇച്ചിരി എളുപ്പപ്പണിയൊക്കെ ചെയ്താലേ നമ്മുടെ എന്നാ പറയുന്നത് ജോലിയൊക്കെ ഇച്ചിരി എളുപ്പമാവത്തുള്ളൂ. മറ്റേ അന്നേലുണ്ടല്ലോ മെനക്കെട്ട ഏർപ്പാട്, വേറെ നേരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി ചോറും കറിയും വെക്കാം എന്നും തോന്നും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പം നമുക്ക് ഇച്ചിരി എണ്ണ വെച്ചേച്ച് ബാക്കി പറയാം. നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും വേണ്ട. നമ്മൾ ഇച്ചിരി വീട്ടമ്മമാരല്ലേ, ഒരു ഇച്ചിരി കഞ്ചൂസത്തരമൊക്കെ കാണിക്കും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഒന്നും ചേർക്കണ്ട. നമുക്ക് ആ ചിക്കൻ വറുത്തെടുക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ, മനസ്സിലായില്ലേ, അങ്ങനെ ചേർത്തേച്ചാൽ മതിയേ. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനകത്തോട്ട് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ഇച്ചിരി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി, അതായത് ഇച്ചിരി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ കഴിക്കുമ്പോഴത്തേന് ഇച്ചിരി എന്നാ പറയുന്നത് ഒരു മൊരിഞ്ഞ് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടി അല്ല ചേർക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യണം, 1 സ്പൂൺ മൈദ ആന്നേൽ 1 സ്പൂൺ കോൺ സ്റ്റാർച്ചും കൂടെ ചേർത്താലും നമ്മുടെ ചിക്കൻ നല്ല മുരിഞ്ഞു കിട്ടും. അന്നേരം പോയിട്ട് എൻ്റെ കയ്യിൽ മറ്റേ 2 സാധനവും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമായത്. ഒരു ഇച്ചിരി ആ ഇറച്ചിയിലൊന്ന് പിടിക്കാനും മാത്രം മതിയേ. അതിനകത്തോട്ട് 1 മുട്ട, ഒരു മുട്ട ഞാൻ എടുത്തേക്കുന്ന ചിക്കൻ്റെ അളവാ. നിങ്ങൾ ഇച്ചിരി കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് 2 മുട്ട ചേർത്തോണം. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽ മുളക് മിക്സിയിലിട്ട് പൊടിച്ച സാധനം, അത് എരിവ് അനുസരിച്ച്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ സോഡാപ്പൊടി, ഏതായാലും മതി. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. എന്നുവെച്ച് ഇത് നല്ലതായിട്ട് ചിക്കനേൽ കോട്ട് ചെയ്യണം. ഇത് ഫുൾ മാരിനേറ്റ് ചെയ്ത് ഞാൻ ആ സെക്കൻഡ് ലെയർ നമ്മൾ വെച്ചേക്കുന്ന എല്ലാ ഐറ്റവും വെച്ച് മാരിനേറ്റ് ചെയ്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് അങ്ങ് ക്രിസ്പി ആയിട്ട് വറുക്കല്, ഇത് വറുത്ത് ക്രിസ്പിയായി വന്നോളും. എന്നുവെച്ചാൽ ഇനി ഇച്ചിരി വേവ് ഒരു പ്രശ്നം പറയുവാന്നേൽ നമ്മൾ സെക്കൻഡ് സോസ് ഉണ്ടാക്കുകയല്ലേ, അതിനകത്തിട്ട് നമുക്ക് ഇച്ചിരി വേവിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഒത്തിരി കരിഞ്ഞു പോവാതെ എടുത്തോണേ.
നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അന്നേരം ഞാൻ അതിനുള്ള പാത്രം എടുക്കട്ടെ. ഇതിനകത്തോട്ട് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ഒലീവ് ഓയിലാണ് ചേർക്കണ്ടേ. പക്ഷേ നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒലീവ് ഓയിൽ അത്യാവശ്യത്തിന് കാണുകയില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യും, നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനത്തിന് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇറച്ചി വറുത്തില്ലായോ, ആ എണ്ണ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഉപയോഗിക്കാൻ പോകും. അപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ, ഒലീവ് ഓയിൽ ഒഴിക്കണ്ടേ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ചേർക്കാൻ പോവാം. അന്നേരം ആ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരികയില്ല. അല്ലേലും ഇറച്ചി വറുത്ത എണ്ണയാന്നേലും ഇച്ചിരി കൂടി രുചിയാണ്. ഇതിനകത്തോട്ട് ആദ്യം ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വെളുത്തുള്ളി ഇട്ടേച്ച് അതൊന്ന് മൂപ്പിക്കണം. അത് ശരിക്കും ബ്രൗൺ ആവണം ആ വെളുത്തുള്ളി. ചിലർക്കൊന്ന് ഞാൻ പറഞ്ഞില്ലേ, ചിലർക്കൊക്കെ ശരിക്കും ഞാൻ പറയും ആ വെളുത്തുള്ളിയുടെ ആ ചൊവ്വ അങ്ങോട്ട് പച്ചച്ചൊവ്വ ഇഷ്ടപ്പെടുകയല്ലേ. അതുകൊണ്ട് നമ്മൾ അഥവാ വെളുത്തുള്ളിയിൽ എന്തെങ്കിലും കറിയിൽ ചേർക്കുവാന്നേല അതിന് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും വരും. എന്നാൽ ആ വെളുത്തുള്ളിയുടെ ഒരു റോ ടേസ്റ്റ് ഇല്ലേ, അത് വരികയില്ല. വെളുത്തുള്ളി മൂത്തേച്ചേ ബാക്കി ചേർക്കാവുള്ളൂ. ഇനി ചേർക്കേണ്ട സാധനം എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെല്ലാ സോസും അങ്ങ് ചേർത്തേച്ചാൽ മതി. സോസ് ചേർക്കുമ്പം ഇന്ന പോലെ കണക്കെന്നൊന്നും പറയാൻ ഒക്കുകയില്ല. പക്ഷെ എന്നാലും ആ സോസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ അതിനൊരു ഡാർക്ക് റെഡിഷ് കളറാണ് വരുന്നത്. നമ്മൾ സിസ്ലേഴ്സൊക്കെ കഴിക്കുമ്പോഴത്തേനുണ്ടാവല്ലേ, അത് കുറച്ചൊരു ഡാർക്കിഷ് റെഡ്, അതാണ് അതിൻ്റെ കളർ. അതായത് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പം ഒരു കളർ വരികയല്ലേ, ആ ഒരു റെഡിഷ് ടോണാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ആ ഒരു ടോൺ കിട്ടുന്നിടം വരെ നമുക്ക് എത്രയാ സോസ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം. പക്ഷെ ചേർക്കുമ്പോൾ കൂടിപ്പോരുത്, അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നമ്മളെപ്പോഴും അത് ഓരോ സ്പൂൺ വെച്ച് ചേർത്തേച്ച് ഒന്ന് രുചി നോക്കുക, അന്നേരം അതിൻ്റെ ആ പുളിപ്പ് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയേച്ച് മാത്രമേ ചേർത്താൽ മതിയേ. ഇപ്പം എൻ്റെ വെളുത്തുള്ളി നല്ലതായിട്ട് മൂത്തു. ഇനി ഞാൻ എൻ്റെ ഈ സോസ് എല്ലാം ഒന്ന് ചേർക്കട്ടെ. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ലേ, ഞാൻ ആ ഒരു നിറം വെച്ച് നോക്കുവാന്നേ. ഇന്ന നിറം എന്നൊന്നും പറയാൻ നോക്കുക, ഞാൻ പറഞ്ഞില്ല, ആ കളർ ഞാൻ പറഞ്ഞു, ആ ടോൺ ഞാൻ പറഞ്ഞു. അന്നേച്ചാൽ ആ നിറം അനുസരിച്ച് നമ്മൾ അങ്ങ് ചേർത്തേച്ചാൽ മതി. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം. തീ കൂട്ടുക. നമ്മുടെ ചിക്കൻ ആണെങ്കിലും ഈ വറുക്കുന്ന സമയത്തെ ഒത്തിരി ഒന്നും വേവുകയില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇച്ചിരി പച്ച കാണും. അന്നേരം ആ ചിക്കൻ ഒന്ന് പെരണ്ടേച്ചൊന്ന് വേവാൻ മാത്രമുള്ള വെള്ളം ഇതിനകത്ത് വേണം. എന്നാൽ ഇതിനകത്ത് സോസ് പോലെ ആവുകയും ചെയ്യല്. ആ ചിക്കൻ ഒന്ന് പെരളണം, എന്നാൽ സോസും വേണം. ആ ഒരു പരുവമില്ലേ, അങ്ങനത്തെ ആക്കി എടുത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇടണം, നമ്മുടെ സ്പ്രിംഗ് ഓണിയൻസ് ഇടണം, കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി ഇട്ടാൽ മതി. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സോസ് ഒന്ന് ഭയങ്കര തിക്കാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺസ്റ്റാച്ച് വെള്ളത്തിൽ കലക്കി ചേർക്കുക. അതല്ല വേണ്ട, നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയുടെ അളവ് നമുക്ക് സോസ് ചേർക്കുമ്പോൾ ഒരു തിക്നെസ് ബേസിക്കലി അതിന് കിട്ടുവേ. അന്നേരം ആ ഒരു ഇത് മതി എന്നുണ്ടെങ്കിൽ അത് മതി, അല്ല ചുമ്മാ ഇനിയും കോൺസ്റ്റാച്ച് ചേർക്കണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി അരിപ്പൊടി ഇട്ടേച്ചാലും മതി, അത് നല്ല തിക്കാവും. ഇപ്പം
നമ്മുടെ സോസ് തിളച്ചിട്ടുണ്ടേ. ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടുക. ഈ ചിക്കൻ നല്ലതായിട്ട് ഞാൻ ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് വെച്ചേക്കുവാന്നേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെക്കാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഈ സോസ് ഇതിനകത്ത് പിടിച്ചിട്ടേ ഇല്ല, നമ്മുടെ ചിക്കനകത്ത് പിടിച്ചിട്ടേ ഇല്ല. പക്ഷേ ആ ചിക്കനകത്ത് അതൊന്ന് പിടിച്ചാൽ ചിക്കനും ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി നേരം അതിനെ ഒന്ന് അടച്ചിടാമേ. ഇനി ഇതിവിടെ കുറച്ച് നേരം കിടന്ന് തിളക്കട്ടെ എന്നല്ല, ആ ചിക്കനും സോസുമായിട്ട് എല്ലാവരും കൂടെ ഒന്ന് നല്ലൊരു കറിയായി നമുക്ക് തരട്ടെ അല്ലേ. അന്നേരം അതിനെ ശല്യം ചെയ്താൽ ഒക്കത്തില്ല. ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ച് വെച്ചേച്ച് അതതിൻ്റെ ജോലി ചെയ്യട്ടെ. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഗസ്റ്റിൻ്റെ കാര്യം പറഞ്ഞോ ഇല്ല, ചുമ്മാ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേച്ച് നേരം കളയുക. പക്ഷേ ഒരു കാര്യം ഇന്ന് ഒത്തിരി സന്തോഷമുള്ള കാര്യം എന്നാണെന്നറിയാം. എനിക്ക് ബേസിക്കലി സന്തോഷം വരുന്ന ഒരു പാട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇന്ന് പാട്ടിൻ്റെ ആരോ വരുന്നതെന്നല്ലേ. ശരിയാട്ടോ, ഇന്ന് പാട്ടിൻ്റെ ആൾക്കാർ തന്നെയാണ് വരുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ ആരാ വരുന്നതെന്ന് ആദ്യം പറയാം, എന്നാലേ പറയാനൊക്കത്തുള്ളേ. ഇന്ന് വിധു പ്രതാപും വൈഫ് ദീപ്തിയാ വരുന്നേ. ഹായ്, നമസ്തേ, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. ഹലോ, വിധുവിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? പക്ഷേ എന്നാ ഞാനൊരു ഞെട്ടിക്കുന്ന സംഭവം പറഞ്ഞുതരാം. എന്നാന്നറിയാം, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു വിധു. ഈ ഞെട്ടൽ അവിടെ പ്രതീക്ഷിക്കണ്ട പ്ലീസ്. അങ്ങനെയല്ല കേട്ടോ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം വിധുവിടെ ഒരു 1-ലോ അല്ലെ LKG ഒരു ശിശു. ഇല്ല, വിധു ഹോളിഞ്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഒന്ന് 4th വരെ. അത് കഴിഞ്ഞ് പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കില്ല. ഇല്ല, വെരി സോറി കേട്ടോ. അത്രേ ഉള്ളൂ, അത് കൂടുതൽ ആഗ്രഹം വേണ്ട കുഞ്ഞിന്. പക്ഷെ ശിശു ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. കാര്യം എന്നാ വെച്ചാ നമ്മളെയൊക്കെ ഞെട്ടിച്ചു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഈ ശിശു ഒരു സിനിമയിൽ അഭിനയിച്ച് പാട്ടുമൊക്കെ പാടി വലിയൊരു ശിശു ആക്കി നമ്മളെ പേടിപ്പിച്ച അല്ലേ വിധു? അല്ലേ? ആ ബാല്യകാല സ്മരണ എന്ന് പറഞ്ഞേ കേക്കട്ടെ. അത് എന്താ പറയണ്ട, വളരെ ഒരു ലോട്ടറി തന്നെയായിരുന്നു. റെക്കോർഡിങ് ഫിലിമിൽ അഭിനയിച്ചില്ല, പാട്ടിൽ ഞാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ പാദമുദ്ര എന്ന് പറയുന്ന എക്കാലത്തെയും ഒരു ക്ലാസിക് ഒരു മൂവി, അതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചു. അത് നമ്മുടെ ചേച്ചിക്കറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് നമ്മുടെ അവിടെ. അന്ന് ആ സമയത്ത് ഗ്രൂപ്പ് സോങ്ങും ഗ്രൂപ്പ് ഡാൻസിനൊക്കെ വായിക്കാനൊക്കെ കീബോർഡൊക്കെ വായിക്കാൻ ഒരു ഈ ചേട്ടനാണ് എന്നെ കൊണ്ടുപോകുന്നത് സ്റ്റുഡിയോയിലോട്ട്. അന്ന് തരങ്ങണി വെച്ചാണ് ഈ റെക്കോർഡിംഗ് നടക്കുന്നത് പാദമുദ്രയുടെ. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്. ഒന്ന്, ഇത് ഹെഡ്ഫോൺസ്, നമ്മുടെ സ്റ്റുഡിയോയിൽ പോയി ഹെഡ്ഫോൺസ് നിനക്ക് വെപ്പിച്ചു തരാം. മറ്റത് നമ്മൾ ലാലേട്ടനെ കാണിച്ചു തരാം. ഇത് 2 നമുക്കുള്ള അട്രാക്ഷൻസ്. അങ്ങനെ പോകുന്നു. അപ്പൊ അദ്ദേഹം ലാലേട്ടൻ അതിനകത്ത് ഭിക്ഷ യാചിച്ചു പോകുന്നൊരു സീനുണ്ട്. അപ്പൊ അതിന്റെ പുറകെ ഇങ്ങനെ പിള്ളേര് ലാലേട്ടൻ തന്നെ പാടുന്ന പാട്ട്. ലാലേട്ടൻ ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ ബാക്കിൽ ഹരഹരോ ഹരഹര. 3 ഹരഹരോയില് ഒരു സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റെക്കോർഡ് ചെയ്തത്. ഫസ്റ്റ് അത് വിദ്യാധരൻ മാസ്റ്ററാണ്. അതിനകത്താണ് മറ്റേ അമ്പലമില്ലാതെ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉള്ളത്. ഒത്തിരി നല്ല പാട്ടുണ്ട്. വിധുവിനെ ഞാൻ സത്യം പറയാലോ, വിധു വെറുതെ വിടുകയല്ല. ഒരു ചെറിയ രീതിയിൽ റാഗിങ് പോലെ ദീപ്തി പ്ലീസ് പാട്ട് നോക്കിയേ, ചെറിയൊരു റാഗിങ്. പക്ഷെ പാട്ടൊരു വീക്ക്നെസ് ആയതുകൊണ്ടാണ് എന്നെ തേജോവധം ചെയ്യുന്ന ഒരു അവസരമുള്ളൂ. എന്റെ നല്ല ഭാര്യ ഇങ്ങനെ വേണം കേട്ടോ. ഭാര്യമാരായ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരു ഇങ്ങനത്തെ ഭാര്യ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ പരന്ത് വിശേഷങ്ങളാണ്. സന്തോഷം പ്രത്യേകിച്ചുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. അത് പ്രത്യേകിച്ച് ഞങ്ങള് പെണ്ണുങ്ങളാവുമ്പോ അതൊരു പ്രത്യേക സന്തോഷം വരുന്നുണ്ട്. വെരി ഗുഡ്, മനസ്സിലാക്കി അല്ലേ? അത് അന്ന് സന്തോഷം നോക്കിയ ദീപ്തിയുടെ ഫേസില്. നമുക്കേ ഒരുപാട് വിശേഷങ്ങളുണ്ട്. റാഗിങ് ഉണ്ട്, ദീപ്തി കൂടെ നിക്കാന്ന് പറഞ്ഞു. പിന്നെ റാഗിങ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോ ഞാൻ എന്റെ ഫുഡും തരും. വലിയ റാഗിങ് പാവം ചേച്ചിയല്ലേ, അത്ര ചെയ്യില്ല. എന്നാലും വിടുകയല്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. വരും, നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം ചെയ്യാം.
വേണ്ട ദീപ്തി. ഇതിങ്ങനെ മതിയോ? ഇങ്ങനെ മതിയല്ലേ? ശരി ശരി. സന്തോഷം. അന്നോ നിങ്ങൾക്കൊരു പാത്രം കൂടെ കഴിയണ്ട. അതാണ് പാത്രം കഴുകുന്ന ഇഷ്ടമല്ല അല്ലേ ചേച്ചി? വെരി സോറി, അതോട് മാത്രം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലാവും ഒരു പാത്രം കഴുകുന്ന ആളുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താന്നറിയോ ചേച്ചി, ഞാൻ പറയട്ടൊന്നുമല്ല. ഇപ്പൊ ഞങ്ങൾ ഈ ഇടയിലാണ് വേറെ താമസമായത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ വലിയ സ്നേഹത്തിൽ വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ചെയ്ത് സ്വന്തമായി ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നത് പറയണ്ടവല്ല. എപ്പോഴും ഇല്ല വിധു വീട്ടിലുള്ളപ്പോ വിധു ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ വിധുവിന് വല്ല സങ്കടം തോന്നിയാ, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കുന്ന സങ്കടം തോന്നിയാ ചെയ്യും കേട്ടോ. ഞാൻ ഭയങ്കര ഒരു ഫുഡി പേഴ്സൺ ആണ്. അപ്പൊ ദീപ്തി അത്യാവശ്യം കുക്ക് ചെയ്യും. അപ്പോ പുതിയ പുതിയ ഡിഷസ് ഇങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ നമുക്ക് ഞാൻ കുക്ക് ചെയ്യുന്നത് കുഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് കാണിച്ച് കണ്ടുപിടിക്കുന്ന ചേച്ചി ഇവിടെ അടുത്ത് റെസിപ്പി ഒന്നും ചോദിച്ചേക്കും. അറിഞ്ഞുകൊണ്ടായിരിക്കും എല്ലാം ബുക്ക് നോക്കിയല്ലേ ഇതാക്കുന്നത്. കഴിക്കും എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കൂ. തീർച്ചയായും. ഇത് ഗാർലിക് റൈസും ചിക്കൻ സിസ്ലേഴ്സ് ആണ്. പക്ഷെ സിസ്ലേഴ്സ് ഇങ്ങനെയല്ല നമ്മൾ കഴിച്ചേക്കുന്നത്, ക്വൈറ്റ് ഡിഫറെന്റ് ആണ്. പക്ഷെ അതിന്റെ ആ ഒരു ഫ്ലേവറാ ഇന്ന് കൊടുത്തേക്കുന്നത്. കൊള്ളാം ചേച്ചി, അടിപൊളി. ചിക്കൻ കഴിച്ചു നോക്കൂ. നല്ലല്ലേ? യമ്മി. ശരി, അടിപൊളി ചേച്ചി, ചിക്കനും കൊള്ളാം, അടിപൊളി. ഇഷ്ടമായോ? പിന്നെ ഇഷ്ടമായോ? ഇത് എന്ത് പ്രിപ്പറേഷനാ ചിക്കൻ? ചിക്കൻ ഞാൻ പറഞ്ഞത് നമ്മുടെ സിസ്ലേഴ്സ് ഇല്ലേ, സിസ്ലേഴ്സ് സോസ് അല്ല, കറക്റ്റ് ആപ്പ് സോസ് ഒന്നും അല്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സോസസ് വെച്ച് മാത്രം ചെയ്തത്. അടിപൊളി, അത്രേ ഉള്ളൂ. കൊള്ളാം ചേച്ചി. ഞാൻ ഓഫർ ചെയ്യുന്നില്ല ഇത്രയും പറഞ്ഞു. ചേച്ചിക്ക് സ്പെഷ്യൽ ചേച്ചി വേറെ വെച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്ക് എന്തായാലും ഒരു വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് ഒരു ഏത്തക്കാപ്പയില് മേടിച്ചുകൊണ്ട് വരാൻ മേലായിരുന്നു. എന്നാൽ ഞാൻ അത് ഒറ്റ ഇരിപ്പിന് തിന്ന് കാണിക്കാം. എന്റെ വീട്ടിലൊരു പാർട്ടി നടത്തിയപ്പോ ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അതാ പേടിക്കേണ്ട, ധൈര്യമായിട്ട് വാ, നമുക്ക് ഹോട്ടൽ ഫുഡാണ്, ദീപ്തി അല്ല കുക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്ത് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചിട്ടാണ് ഞാൻ അവരെ വിളിച്ചത്. പക്ഷെ അന്ന് ഞാൻ കുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ഇത് ചുമ്മാ ഇങ്ങനെ ഷൈൻ ചെയ്യാൻ പറയുമെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. എന്നൊക്കെ ചെയ്യുമ്പോൾ എന്നൊക്കെ ഡിഷസ് ട്രൈ ചെയ്യും. ഞാൻ ചിക്കൻ ചൈനീസ് അങ്ങനെ ഒരു എന്താണ് പറയുക വേർതിരിച്ച് അങ്ങനെ നോക്കിയിട്ടില്ല. നാടനാണ്. ദുഷേട്ടൻ്റെ അമ്മ നന്നായി കുക്ക് ചെയ്യും. അപ്പൊ കുറെ ഇത്രയും വർഷം അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് അമ്മയുടെ കുറച്ച് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടുതലും നാടനാണ്. പിന്നെ ഇപ്പൊ ഞങ്ങള് എനിക്ക് ദുഷേട്ടൻ്റെ വീട്ടിലായിരുന്നപ്പോ കുക്ക് ചെയ്യാൻ അങ്ങനെ അവസരം കുറവായിരുന്നു. അമ്മ ഉണ്ട്, മെയ്ഡുണ്ട്. അപ്പം എല്ലാരും കൂടെ കയറി കുളമാക്കണ്ടല്ലോ. ഇപ്പൊ ഇടയ്ക്ക് ഒരു ദിവസം മെയ്ഡ് വന്നില്ലെങ്കിലും അമ്മ പറയും ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുക ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്നു. അപ്പൊ അമ്മ എടുത്തിട്ട് പറയും മോള് വേണ്ട പൊക്കോ, ഞാൻ വേഗം ഇത് ചെയ്ത് തീർത്തോളാം എന്ന് പറയും. കാരണം ഞാൻ ഇങ്ങനെ ഓരോന്നും വെച്ചോണ്ടിരിക്കുന്ന കാണുമ്പോ അമ്മ മോള് വേണ്ട പൊക്കോ, ഞാൻ ചെയ്യും. അത്രയും സംസ്കാരം ഉള്ളതുകൊണ്ട് ആ ഭാഷ മോള് എന്തെങ്കിലും കാര്യം അല്ല ഇപ്പൊ ഈ പറഞ്ഞ എന്നാലും തീരെ ചെയ്യൂലെന്നല്ല, കുറച്ചൊക്കെ ഈ തനിയൊക്കെ കിച്ചൺ കിട്ടുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. വിധുവിന് ഏറ്റവും ഇഷ്ടം നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. ഞാൻ തിരിച്ചു കടിക്കാത്ത എല്ലാം കഴിക്കുന്ന ആളാണ്. ക്രോക്കഡൈൽ മീറ്റ്, കാംഗ്രൂ മീറ്റ്, ഓക്ടോപ്പസ്, എന്തൊക്കെ ബേബി ഓക്ടോപ്പസ് എല്ലാം. ബേബി ഓക്ടോപ്പസ് അതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ ഇരിക്കുകയും ചെയ്യും. ഞാൻ കഴിച്ചത് എനിക്ക് തോന്നുന്നു നമ്മൾ ട്രാൻസിറ്റില് സിംഗപ്പൂർ എവിടെ നിന്നപ്പോഴാണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് ഒന്ന് വേവിച്ച് ഒരു പേരിനൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കി എടുത്തത് എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇറങ്ങുന്നില്ല, റബ്ബർ പോലെ ഇരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, അതിന്റെ റിയൽ ടേസ്റ്റ് ആണോ ഫിഷിന്റെ ടേസ്റ്റ് ആണോ? സ്ക്വിഡിന്റെ കുറച്ചൊരു വേസ്റ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ റബ്ബറിയാ. അത് ചിലപ്പോ കുക്ക് ചെയ്തതിന്റെ വല്ലതായിരിക്കും. കാരണം സ്ക്വിഡിനും അങ്ങനെയല്ലേ, ചിലപ്പോ സ്പൈസസ് ഒന്നുമില്ല. ആ ഒരു സ്പെഷ്യൽ ഇതിന് അവര് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ സിംഗപ്പൂർ ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ജസ്റ്റ് നമുക്കിങ്ങനെ പിക്ക് ചെയ്ത് അവരുടെ ഒരു സോസിൽ മുക്കി അവരെല്ലാരും കഴിക്കുന്നു. ഞാനും എനിക്ക് ട്രൈ ചെയ്യുന്ന ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാനും വെറുതെ ഇതിൻ്റെ അത് വീഡിയോ എടുത്തായിരുന്നു. ഞാനിങ്ങനെ കാണിച്ചിങ്ങനെ ഫസ്റ്റ് ടൈം ഐ എം ട്രൈങ് ബേബി ഓക്ടോപ്പസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിച്ചു ചോദിച്ചിട്ട്
തീരുന്നില്ല. നമുക്ക് കാണുമ്പോ ഒരെണ്ണേ കഴിച്ചുള്ളൂ. റബ്ബർ 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 തന്നെയായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പറഞ്ഞോട്ട് വിധു ഇച്ചിരി ചില്ലറക്കാരനൊന്നും അല്ല, 2ാം ക്ലാസ്സിലെ മനുഷ്യനെ ഒന്ന് ഞെട്ടിച്ചതാ. അതേ കൂട്ടർ ഇപ്പൊ നോക്കിയേ, ഒക്ടോബസ് പച്ച എന്ന് പറഞ്ഞാൽ ഒക്കെ അല്ല, ചൂടുവെള്ളത്തിൽ മുക്കിയ കണ്ടെടുത്ത് കഴിച്ചെന്നൊക്കെയാ പറഞ്ഞു. ചില്ലറക്കാരനൊന്നും അല്ല. ഇനി ഈ കലാരംഗത്തോട്ട് വന്നതും സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ് എല്ലാം ഒന്ന് പറഞ്ഞേ. സ്കൂള് 1 തൊട്ട് 4 വരെ, അതായത് LKG തൊട്ട് 4th വരെ. അതെ, തുടങ്ങി 4th അവിടെ നിന്ന് ചവിട്ടിപ്പുറത്താക്കി കോളേജ് കോൺവെന്റിന്ന്. അപ്പം അവിടെ നിന്ന് 4th കഴിഞ്ഞിട്ട് 5th തൊട്ട് 10th വരെ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിച്ചു. 10th നമ്മൾ പഠിക്കുന്ന സമയത്താണ് പ്രീ ഡിഗ്രി ഉള്ളത്. അപ്പോൾ പിന്നെ ഒരു 5 വർഷം ഇവാനിസിലായിരുന്നു, മാർവേനസിലായിരുന്നു. അപ്പം ഈ പാട്ടല്ലാതെ വേറെ എന്നാ ഒക്കെ ഇഷ്ടം? മിമിക്രിയോ അല്ലെങ്കിൽ ഞാൻ മിമിക്രി ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി നടന്ന് ചെയ്യില്ല. പിന്നെ ക്ലാസ് കട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഗ്രൂപ്പ്സ് ആയാലും ഞാൻ മാർഗംകളി വരെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാർഗംകളി വരെ. അത് മാർഗംകളി കളിക്കുന്ന ഞാൻ ആദ്യം പാടാനാണ് പോയത്. പാടാൻ പോയപ്പോൾ കളിക്കാൻ നിന്നിരുന്നൊരു പയ്യൻ എന്തോ അവൻ ലാസ്റ്റ് മിനിറ്റ് ബാക്ക് ഔട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഈ സ്റ്റെപ്സ് കണ്ട് നല്ല ശീലമായി. അങ്ങനെ ഒരാഴ്ച മുമ്പ് ഇവൻ അങ്ങ് മാറി, ഞാൻ കയറി കളിക്കാൻ. അപ്പൊ പാടാൻ വേറൊരുത്തനെ വിളിച്ചു. അങ്ങനെ മാർഗംകളി വരെ. മാർഗംകളി ബേസിക്കലി പെണ്ണുങ്ങളല്ലേ കളിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ മാർഗംകളി ആ സമയത്ത് ആൺകുട്ടികൾ കൊണ്ട് എന്നുള്ളൊരു പുതിയൊരു റൂള് വെച്ചിരുന്നു. അപ്പം നമ്മളുടെ ക്രൈസ്റ്റ് നഗർ സ്കൂൾ എന്ന് പറയുന്നത് ഇതേപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരുപാട് നമ്മളെ എൻകറേജ് ചെയ്യുന്നൊരു സ്കൂളാണ്. അവിടെ വെമ്പാലച്ചൻ. അപ്പോൾ വെമ്പാലച്ചൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് ഏകദേശം എല്ലാം സെറ്റായി. കോമ്പറ്റീഷൻ ഒരു 2-3 ദിവസം മുന്നേ വിളിച്ചിങ്ങനെ ഏതോ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ, അതായത് വേറെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ അപ്പീൽ കൊടുത്തു. മാർഗംകളി ചേച്ചി പറഞ്ഞ പോലെ പെണ്ണുങ്ങൾക്കുള്ളതാണ്, ആൺപിള്ളേർ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ പെർഫോം ചെയ്തില്ല. നമുക്ക് ഇത് കിട്ടി. അതെ അതെ, ഉദ്ദേശം നടന്നു. സ്റ്റേജിൽ കയറി നാണവും കിട്ടില്ല. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇന്നും അതിന്റെ ഫോട്ടോസ് കയ്യിലുണ്ടായിരുന്നു. ഇപ്പോഴും ചില ഫോട്ടോസ് എന്റെ വീട്ടിൽ കത്തിച്ച് കളയാനുണ്ട്. അത് ഇതില് നമ്മുടെ ഹോളി ഏഞ്ചൽസിൽ പഠിക്കുന്ന സമയത്ത് ഫോക്ക് ഡാൻസ് എന്തിനൊക്കെയോ പോയി. ഒരു ദിവസം അച്ഛനും മോനും കൂടെ UK എവിടെയോ പോയിരിക്കുക. അപ്പൊ വീട്ടിലില്ല. അപ്പൊ ഞാനിങ്ങനെ പഴയ ആൽബംസ് ഒക്കെ അമ്മ എനിക്കിങ്ങനെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ കറക്റ്റ് ബ്ലൗസും മുണ്ടും ഒക്കെ കൊടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി ഒരു എന്താണ് ഒരു അങ്ങനത്തെ എന്തോ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നു ഫോക്ക് ഡാൻസിൽ. അപ്പൊ അമ്മ എന്നെ ചോദിച്ചു, മോൾക്ക് ഇത് ആരാന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഞാനാ ചേട്ടനാന്ന് പറയില്ല. ഇത് വിധുവാ. അപ്പൊ അങ്ങനെ പറഞ്ഞു 10 മാസം ചുവന്നതിന്റെ കണക്ക് തൊഴിൽ പറഞ്ഞു. ഇനി മേലത് പറയരുതെന്ന് അത്രയ്ക്ക് നാറ്റിച്ചിട്ടുണ്ട്. ആൽബം ഒന്ന് കൊണ്ടുവരായിരുന്നു. അതെ, ഞാൻ വിചാരിച്ചു ഷെയർ ചെയ്യാറുണ്ട്. അറിയാതെ എടുക്കാൻ മേലായിരുന്നു. അറ്റ്ലീസ്റ്റ് 2 ഫോട്ടോസ്. ഇല്ല, ഞാൻ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞു. ദീപ്തി വരുന്നതിന് മുന്നേ അതോ? ദീപ്തി ഒരെണ്ണം കണ്ടു. ഞാൻ കളരി പഠിച്ചിട്ടുണ്ടായിരുന്നു 3 വർഷം. അപ്പൊ കളരി ഇവിടെ CVN കളരി നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ. അപ്പൊ ഈ ഏതോ ഒരുത്തൻ കളരി ചെയ്തോണ്ടിരുന്നപ്പോ അവൻ ഫോട്ടോ എടുത്തു. നല്ല കോസ്റ്റ്യൂം ആയതുകൊണ്ട് ഞാൻ പതുക്കെ അത് അങ്ങനെ വാങ്ങിച്ച് ഫോട്ടോ എടുത്ത് കത്തിച്ചങ്ങളി. ഇനി അത് വെച്ച് എന്റെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തും, നിന്റെ ആ കളറി ഫോട്ടോ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഇത് അങ്ങനെ ഒരു ദിവസം പേടിച്ച് ഞാൻ എടുത്ത് കത്തിച്ച് കളഞ്ഞു. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ കത്തിക്കപ്പെട്ട കുറെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കത്തി നിൽക്കുമ്പോ അങ്ങനത്തെ കുറെ പാട്ട് എനിക്ക് തോന്നുന്നു അമ്മയുടെ സൈഡിൽ നിന്നാണ്. അമ്മയുടെ ഫാമിലി ഒരുവിധം എല്ലാവരും അത്യാവശ്യം പാടുന്നവരെ. അങ്ങനെ ഇപ്പൊ എന്റെ കസിൻസിന്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തീരെ പാടാത്തത് എന്റെ അമ്മൂമ്മയും എന്റെ മാമനും അമ്മയുടെ ബ്രദറും. ഇവർ രണ്ടുപേരുടെയും പാട്ടൊക്കെ നമ്മളിങ്ങനെ വെറുതെ പാടിപ്പിച്ചിട്ട് നമ്മൾ ചോദിക്കും, ഈ പാട്ട് കണ്ടുപിടിക്കുന്നവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ നമ്മള് അത്രയ്ക്ക് പാടില്ല. വളരെ മാമനിപ്പോ പറയും കേട്ടോ, നീ എല്ലാ സ്ഥലങ്ങളിലും പോയി പറയേണ്ട ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ അമ്മുമ്മയാണ് എന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഓൾമോസ്റ്റ് 10th വരെ എല്ലാ കോമ്പറ്റീഷൻസിനും കൊണ്ടുപോയി. എൻ്റെ ഒരു സ്റ്റേജ് ഫിയർ മാറ്റിയത് അമ്മുമ്മയാണ് കേട്ടോ. മോണോ ആക്ട്, മിമിക്രി, റെസിറ്റേഷൻ, മാപ്പിളപ്പാട്ട്, ക്ലാസിക്കൽ, ലൈറ്റ് മ്യൂസിക്, ഗ്രൂപ്പ് സോങ്, എല്ലാത്തിനും. കാരണം അമ്മ എന്ന് പറയുന്നത് കുറച്ച് റിസർവ്ഡ് അല്ല,
അമ്മ ഒതുങ്ങി നിൽക്കുന്ന. എന്റെ ഫാദർ അബുദാബിയിലായിരുന്നു. കൊണ്ട് നടക്കൊന്നുമില്ല അമ്മ. ഫാദർ അബുദാബിയിലാണ്. അപ്പൊ എന്റെ അച്ഛനാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അമ്മ പാടുമെങ്കിലും അമ്മ ഇങ്ങനെ കൊണ്ടുപോവാനും കോമ്പറ്റീഷന് വേണ്ടി അങ്ങനെ പോയി ഇരിക്കാനും, അമ്മയ്ക്ക് ഈ സൗണ്ട് ബഹളം ക്രൗഡൊക്കെ കേൾക്കും, ഡിസ്റ്റർബ് ആവും, അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ പ്രോഗ്രാംസ് ഇത്രയും എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ ഫീൽഡിൽ കയറുന്നത്, ഫിലിം ഫീൽഡിൽ കയറുന്നത്. അപ്പോൾ തൊട്ട് ഇതുവരെ എനിക്ക് തോന്നുന്നു കയ്യിലെണ്ണാവുന്ന 1-2 പ്രോഗ്രാംസിന് അമ്മ വന്നിട്ടുള്ളൂ. അപ്പം അമ്മൂമ്മയാണ് സ്റ്റേജ് ഫിയർ മാറ്റിയത്. അപ്പം ഞാൻ അന്നും ഈ പാടുന്നതിന് മുമ്പ് ഈ തൊണ്ട ശ്രദ്ധിക്കുക എന്നുള്ള പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ വളർന്ന ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ കോമ്പറ്റീഷന് തൊട്ട് മുമ്പ് വരെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അതായത് കോമ്പറ്റീഷൻ്റെ പേരൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി വിയർത്ത് കുളിച്ചൊക്കെ ഓടി വന്നാണ് സ്റ്റേജിൽ ഫൈനൽ കോളൊക്കെ ആവാൻ നേരത്തെ അമ്മൂമ്മ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഈ വെരിക്കോസ് വെയിൻ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് എന്നിട്ട് എന്നെ അന്വേഷിച്ച് വരില്ല എന്നുള്ളത്. എന്നിട്ട് ഈ അമ്മൂമ്മ ഭയങ്കര സാധനമാണ്. ഞാൻ ഈ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് ഫൈനൽ കോൾ അമ്മമ്മയ്ക്ക് ടെൻഷൻ. ഫൈനൽ കോൾ വിളിച്ചു കഴിഞ്ഞാൽ പോകുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ എന്നെ കാണാതെ ലാസ്റ്റ് മിനിറ്റ് ഞാനിങ്ങനെ വിയർപ്പൊക്കെ തുടച്ച് കയറാൻ നേരത്ത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ പോയി നിന്നോളണം കേട്ടോ, മുള്ളും തന്നിട്ടാണ് എന്നെ സ്റ്റേജിലോട്ട് വിടുന്നത്. ബാക്കിയുള്ള ഇപ്പോഴും എൻ്റെ കൂടെ ഹോളി ജ്യൂസിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് പറയും, ഓ ഇയാളുടെ അമ്മൂമ്മയെ നമ്മൾ ആരും മറക്കില്ല, കാരണം ഇയാള് നുള്ളു തന്നിട്ടാണ് എല്ലാ സ്റ്റേജിലും കയറ്റാറ്. ഇത് സ്റ്റേജിൽ പോയിരുന്നിട്ട് ഈ നുള്ളും വാങ്ങി സ്റ്റേജിൽ പോയിരുന്നിട്ട് പാടേണ്ട പാട്ട് ഏതാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ക്ലാസിക്കൽ. അപ്പൊ അന്നെന്ന് പറയുന്നത് ക്ലാസിക്കൽ കോമ്പറ്റീഷന് ഒരാളെ സൈഡിൽ ഇരുത്തി നമുക്ക് ഹാർമോണിയം വായിക്കാം, ഹാർമോണിയം ശ്രുതിയിടാം. അപ്പൊ ഞാനിങ്ങനെ സ്റ്റേജിൽ ഇരിക്കുക, സ്റ്റേജിൽ ഇരുന്ന് റോൾ നമ്പറൊക്കെ വിളിച്ച് അന്ന് ഇതേപോലെ കളിയായി കഴിഞ്ഞ് നേരെ സ്റ്റേജിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ പാടേണ്ട പാട്ട് മറന്നുപോയി. ഞാൻ എത്ര ആലോചിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ ഒന്ന് അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ജഡ്ജസ് ചോദിച്ചു, എന്ത് പറ്റി മോനെ, എന്താ പാടാത്ത, എന്താ? ഇല്ല ഒന്നുമില്ല, തൊണ്ട കഴിഞ്ഞ് ശരിയാക്കുന്നതിന് ഞാൻ മൈക്ക് ഇങ്ങനെ പൊത്തിയിട്ട് പതുക്കെ ഒന്ന് ബാക്കിലോട്ടാക്കിയിട്ട് ഞാൻ അപ്പം വീണ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. വീണ ചേച്ചി എൻ്റെയും സാർ ഒന്നാണ്. അപ്പം ഞാൻ വീണ ചേച്ചി ഞാൻ പാടുന്ന പാട്ട് ചേച്ചിക്ക് ഓർമ്മയുണ്ട്? അപ്പോൾ ചേച്ചിക്ക് ഞെട്ടി എന്നെ നോക്കിയേ, എന്നിട്ടിങ്ങനെ എനിക്ക് ചെറുതായിട്ട് പാടി മനസ്സിലായി. പിന്നെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാൻ എപ്പോഴും പറയും വിഷന് ഭയങ്കര ഒരു റോക്കിംഗ് അമ്മൂമ്മയാണെന്ന്. കാരണം ഈ ഒട്ടും ഭയങ്കര ഒരു എന്താ നാരോ മൈൻഡോ അങ്ങനെയൊന്നും അല്ല. ഞാൻ സാമാന്യമാണ്. കാരണം വെച്ചാൽ ഞാൻ യൂഷ്വലി ഇപ്പൊ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ്, ഒന്നാമത്തെ കാര്യം ജോയിന്റ് ഫാമിലി, കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ കയറി വരുന്ന പെണ്ണ് എന്താ ഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ഒരു ഇതായിട്ട് ചിലപ്പം മക്കളോ കൊച്ചുമക്കളോ ഒക്കെ കുറച്ച് മോഡേൺ ആയിട്ട് നടന്നാലും ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ കയറി വരുന്ന പെണ്ണ് അങ്ങനെ ആയാലും ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇതൊരിക്കൽ ഞങ്ങൾ ഏതോ വിരുന്നിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മര്യാദയ്ക്ക് ഒരു സൽവാറൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് മോക്ക് വല്ല സ്കേർട്ടോ ജീൻസോ ഒക്കെ ഇട്ട് കൊടുക്കും. പിന്നെ മനസ്സിലായി ഇത് പാടിയ പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എനിക്ക് തോന്നുന്നു അപ്പം അന്ന് പാടിയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ലളിതഗാനങ്ങളാണല്ലോ കൂടുതലും. ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻസിനൊക്കെയാണ് ആദ്യം സ്റ്റാർട്ടിങ് എൻ്റെ. അപ്പോൾ അന്ന് പാടിയ ഒരു ലളിതഗാനം അമ്മ കേട്ട് പരിചയമുള്ള ഒരു ലളിതഗാനം പാടാം. പ്രപഞ്ചമാനസ വീണയിലുണരും പ്രേമം വിളിക്കുന്നു, വിശ്വപ്രേമം വിളിക്കുന്നു. കിളികളെ ഇണക്കിളികളെ ഈ സംഗീത പുഴയുടെ തീരത്തിരുന്നൊന്നു സല്ലപിക്കാൻ പോരൂ, ചിറകുരുമി ഉല്ലസിക്കാൻ പോരൂ. പ്രപഞ്ചമാനസ വീണയിലുണരും പ്രേമം വിളിക്കുന്നു, വിശ്വപ്രേമം വിളിക്കുന്നു. ഇതാണ് ആ പാട്ട്. മിക്ക ആർട്ടിസ്റ്റിന്റെയും ഒരു വോയിസിന് സിമിലാരിറ്റി ഉണ്ട് വിധുവിന് അല്ലെ. മിക്ക ആർട്ടിസ്റ്റിന് കൊടുക്കുമ്പോഴും ഭയങ്കരമായിട്ട് സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ജയൻ പറഞ്ഞിട്ടുണ്ട്, ജയസൂര്യ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്,
ഒരു നമ്മുടെ ഒരു ഓഡിയോ ലോഞ്ചിന് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വിധു പാടാൻ നേരത്ത് മിക്ക ആർട്ടിസ്റ്റുകൾക്കും പാടുമ്പോൾ അവർ പാടുന്നത് പോലെ തോന്നും. ജയൻ ഒരു ആർക്ക് വേണ്ടി പാടിയില്ല, അവരുടെ ഒരു വോയിസുമായിട്ട് സിമിലർ ആയിട്ട് തോന്നാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ജയൻ ഒരു ഓഡിയോ. എനിക്ക് ബ്രേക്ക് തന്നത് മീശമാധവനിലെ വാളെടുത്താൽ അങ്കക്കലിയാണ് എനിക്കൊരു ടേക്ക് ഓഫ് കിട്ടിയത്. ഒരു ഹ്യൂജ് ബ്രേക്ക് എന്നുള്ളത് സുഖമാണി നിലാവ് നമ്മൾ ഫിലിമിലെ ആദ്യം മറ്റേ പാടിയിട്ട് അടിപൊളി പാടിയത്. ശരി ശരി. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. ഹേ കുറുമ്പു വന്നാൽ കറുമ്പനലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴി കുഴിക്കാ കുളത്തിലെ നീർക്കോലി. മടയന്റെ മകളെ ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി ഉയരാടരുതേ. പുല്ലു തിന്നു പല്ലു പോയൊരു പുലിയാണു നീ, തിന്തക തിന്തക അട്ടക്കടി പൊട്ടക്കുള്ള ആനക്കടി നെറ്റിപ്പട്ടം ആട്ടുകല്ലിൽ അരച്ചു നിന്നെ ദോശ ചുട്ടോളാം. മറ്റത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സുഖമാണി നിലാവ്. സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. പൂഞ്ചിറകിൽ പറന്നുയരാം, കുളിരലയിൽ നനഞ്ഞലിയാം അഴകേ. സുഖമാണി നിലാവ് എന്തു സുഖമാണീ കാറ്റ്, അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. ഭയങ്കര ഇഷ്ടമായി. ഏതിനാ അവാർഡ് കിട്ടിയ വിധു? എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഇതിന്റെ എന്താണ് സായാഹ്നം. നമ്മുടെ ഓ മാധവൻ സാറ് സെൻട്രൽ ക്യാരക്ടർ. ആ വർഷം ആ സിനിമയ്ക്ക് 9 സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ഒട്ടും മോശമല്ല ദീപ്തി അദ്ദേഹത്തെക്കാളും കുറച്ചൊരു മിടുക്കി തന്നെയാന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നാലും ദീപ്തി ഭയങ്കര ഡാൻസ് അറിയാം, പാട്ടറിയാം. പാട്ട് ഞാൻ പറയും, പാട്ട് നിന്ന് പോയത് കല്യാണത്തോടു കൂടിയാണ്. പക്ഷെ ഞാൻ അതുകൊണ്ട് എന്റെ ഡാൻസ് നിർത്തിയിട്ട് ഞാൻ എവിടെയാണെങ്കിലും കളിക്കും. എന്നിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യാൻ നേരത്തെ ഇറങ്ങി വരാൻ നേരത്തെ ഇവരുടെ അടുത്ത് പറയും, ചേട്ടാ ഇയാൾ എന്തോ സ്റ്റേജിൽ കയറി ആ സ്റ്റെപ്പ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ജീവിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നതാണ്, ഞാൻ ഡാൻസുകാരനല്ല. അല്ല അതുകൊണ്ട് അല്ല, ഡാൻസുകാരനല്ലാത്തതുകൊണ്ട് തന്നെ നമ്മള് ചില സാധനം നമുക്കിങ്ങനെ ഇങ്ങനെ ആവുമ്പോ നമ്മള് പറയും അത് വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കാൻ കേട്ടോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പാട്ട് അങ്ങനെ പാടാറുള്ള വലിയ പാട്ടൊന്നുമില്ല. പിന്നെ നമ്മള് ഡാൻസറാണ്. അപ്പൊ ഈ ചില സമയത്ത് ജൂനിയേഴ്സിനൊക്കെ ഐറ്റംസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ കൊട്ടിപ്പാടി കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം ഈ രാഗങ്ങളെ കുറിച്ച്, അതായത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ നല്ല നമ്മുടെ ഇപ്പൊ വീട്ടിലുള്ളത് പോലെ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ നന്നായിട്ട് പാടും, കുഞ്ഞമ്മ എല്ലാവരും കസിൻസ് ഒക്കെ പാടുന്നവരാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും പാട്ടിനെ കുറിച്ച് ഏതാണ് ഒരാൾ പാടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പാടിയോ അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് അത് ദീപ്തിക്ക് തന്നിട്ടുണ്ട്. കാരണം ദീപ്തിയുടെ അമ്മയച്ഛനും പറഞ്ഞിട്ടുണ്ട് 7 വർഷം പാട്ട് പഠിച്ചു. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ഈ അച്ഛനമ്മമാര് മക്കളെ കുറിച്ച് അങ്ങനല്ലേ, മക്കളെ കുറിച്ച് എല്ലാത്തിലും കൊണ്ട് അവരുടെ ആഗ്രഹത്തിന് കൊണ്ട് എല്ലായിടത്തും പോയി പഠിപ്പിക്കാൻ കൊണ്ട് ചേർക്കും. അതിന്റെ അർത്ഥം അവരതിൽ എക്സൽ ചെയ്തൊന്നല്ല. പക്ഷെ എനിക്ക് പറഞ്ഞെടുക്കുക, ഞാൻ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വിശന്റെ വീട്ടിൽ എല്ലാവരും പാട്ടുകാരും, അമ്മമ്മ മാത്രമുണ്ട് എനിക്ക് കൂട്ടുകാർ, ബാക്കി എല്ലാവരും. ഞാൻ പക്ഷെ അതിനുശേഷം ഞാൻ പാടിയിട്ടില്ല. വിധു സപ്പോർട്ട് ചെയ്ത ദീപ്തി പാട്ടില്ലേ? സപ്പോർട്ടാണ്, പക്ഷെ ഞാൻ പാടില്ല. സപ്പോർട്ടാണ്. ഞാൻ ദീപ്തി കലാപരമായിട്ട് എന്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാലും അല്ലെ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിനും നോ പറയാത്ത ഒരാളാണ്. ഞാൻ ഡാൻസിന് ഞാനിപ്പോ കല്യാണത്തിന് ശേഷം നല്ലൊരു ഭർത്താവ് വരുന്നേച്ചാണോ കുഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നത്? ഭർത്താവ് പേരുകളുണ്ടല്ലോ, ഭർത്താവിന്റെ പേര് കളയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വെറുതെ പാടി. അങ്ങനെയൊന്നുമല്ല, ഭർത്താവ് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുമല്ലേ പാട്ട് ഒട്ടും ഓണം കിടത്തല്ലോ ചേച്ചി, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞില്ല. പാടുമ്പോൾ നമുക്കറിയാൻ പറ്റും. അത്യാവശ്യം ഭയങ്കര സിംഗർ എന്നല്ല ഞാൻ പറഞ്ഞ, ഈ മൂളുമ്പോഴൊക്കെ നമുക്കറിയാൻ പറ്റും. അതെ അതെ പാടുന്ന ഒരാളാണ്.
വിധു അഭിനയത്തില് വന്നിട്ടില്ലേ? ഐ മീൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിച്ചപ്പോഴേ അഭിനയിച്ചു. ആ റെക്കോർഡിംഗ് ആയിരുന്നു. അഭിനയത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് മോണോ ആക്ട് ചെയ്യാറുണ്ട്. മോണോ ആക്ട് ഞാൻ ഡിസ്ട്രിക്ട് 2 വർഷം വിന്നറായിരുന്നു. സെക്കൻഡ് കിട്ടിയതുകൊണ്ട് സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റിയില്ല. ഫസ്റ്റ് കിട്ടിയവർക്ക് മാത്രമല്ല സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും. പിന്നെ മിമിക്രി ചെയ്തിട്ട് പിന്നെ നാടകങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകങ്ങളൊക്കെ ഒരു ഫൺ സേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. സ്ക്രീൻസിൽ വന്നത് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ഒരു ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത്. തമ്പി സാർ എന്നെ വിളിച്ചത് കൊണ്ട് ഞാനത് പോയി ചെയ്തു. പാട്ടുകളുടെ പാട്ടെന്ന് പറഞ്ഞിട്ടൊരു സ്ട്രഗ്ലിംഗ് ഒരു മ്യൂസീഷ്യൻ്റെ ഒരു കഥയാണ്. പിന്നെ സാറിനെ പോലെ ഇത്രയും ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ലെജൻഡറി ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ലിറിസിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഓഫർ തട്ടിക്കളയാൻ മാത്രം ഞാൻ വളർന്നു എന്നുള്ള ഒരു എന്താ പറയണ്ട ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ജനങ്ങളെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല, ഞാൻ പോയി അങ്ങ് ചെയ്തു, അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി അങ്ങ് ചെയ്തു. അവരെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ വീട്ടിലെ അരി വേവില്ല, പോയി ചെയ്തു. ഇതുവരെ വിധു എത്ര പാട്ട് പാടി? കണക്കുകളിൽ കന്നഡ, തമിഴ്, തെലുങ്ക് ആയിരിക്കും 350-400 പാടിയിട്ടുണ്ട്. ചോദ്യം ചെയ്യട്ടെ, വിധു പാടിയ പാട്ടല്ല, വേറൊരാൾ പാടിയ പാട്ട് വിധുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. ദളപതി സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജാ സാറിൻ്റെ അതിലെ സുന്ദരി കണ്ണാലൊരു സെയ്തി പാട്ടിങ്ങനെ കേട്ടപ്പോൾ നമ്മൾ ശരിക്കും നമുക്കിങ്ങനെ നമ്മൾ ഓർത്തു പോകും, എന്തൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷനും SPB സാറിൻ്റെ പിക്ചറൈസേഷനും SPB സാറിൻ്റെയും ജാനകി അമ്മയുടെയും ഗോൾഡൻ വോയിസസ് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ശരിക്കും പറയുന്നത് പാട്ട് നമ്മുടെ എല്ലാ മൂഡും ഇങ്ങനെ മാറ്റും എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ഒരു കോമ്പോസിഷൻ. എനിക്ക് SPB സാറിന്റെ ഒരു പാട്ട് പാടും വിധു, ഒരു നല്ലൊരു, ഞാൻ ഇങ്ങനെ ആലോചിക്കേണ്ട SPB ഇപ്പൊ കേട്ട പാടില്ലേ, അത് പാടാം. സുന്ദരി കണ്ണാൽ ഒരു சேதி சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக.